പയ്യെ പറ, ആരെങ്കിലും കേൾക്കും. അല്ല ചേച്ചി, എപ്പോഴാ പോണേ? എന്തായാലും ഇന്ന് പോയാലേ നടക്കത്തുള്ളൂ. നാളെ എല്ലാരും കൂടെ ഏച്ചിന്റെ അമ്മമ്മയുടെ അടുത്ത് പോകാനല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. ആ പറയുമ്പോൾ തന്നെ അത് ശരിയാ. നാളെ നമ്മള് അമ്മമ്മയുടെ അടുത്ത് പോയില്ലേ, അപ്പൊ ഇന്നൊരു ദിവസം മാത്രമേ നടക്കത്തുള്ളൂ. സോ നിന്ന് സമയം കളയണ്ട, ഇപ്പൊ തന്നെ നമുക്ക് പോവാം. എന്തേ? ആടി, ഇപ്പൊ തന്നെ പോണെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മനോടും അച്ഛനോടും അച്ഛനോടും ആരോടെങ്കിലും പെർമിഷൻ മേടിക്കണ്ടായോ? വീണേച്ചി, എന്നാലേ റിസ്ക് എടുക്കണ്ട. അമ്മനോടും അമ്മായിനോടും വെല്ലച്ചനോടും ഒന്നും ചോദിക്കണ്ട. നമുക്കേ അമ്മമ്മനോട് ചോദിക്കാം. അമ്മമ്മ എന്തായാലും എതിർപ്പ് പറയത്തില്ല. അത് ഉണ്ണിമോള് പറഞ്ഞ സത്യാട്ടോ. അമ്മനോട് എന്തായാലും ചോദിക്കണ്ട, കാലും വരെ നിലത്തടിക്കും. പിന്നെ അച്ഛന്റെ കാര്യം അച്ഛൻ എന്തായാലും സമ്മതിക്കത്തില്ല. പിന്നെ ഉള്ളത് അച്ഛമ്മയാ. അച്ഛമ്മനോട് ചോദിച്ചാ എന്തായാലും വിടും, എനിക്ക് ഉറപ്പാ. അല്ല, നമ്മൾ ഇത്ര കോൺഫിഡന്റ് ആയിട്ടിരിക്കണോ? അഥവാ ഇനി അച്ഛമ്മ പോണ്ടെന്നങ്ങനെ പറഞ്ഞാലോ? അങ്ങനൊന്നും പറയത്തില്ല ചേച്ചി. നമ്മൾ അച്ഛമ്മനെ നമുക്ക് അറിഞ്ഞൂടെ. അച്ഛമ്മ എന്തായാലും സമ്മതിക്കുന്നേ. വാ, നമുക്ക് സമയം കളയണ്ട, അച്ഛമ്മനോട് പോയി ചോദിക്കാം. അതല്ലേ വീണേച്ചി, അമ്മമ്മ സമ്മതം പറഞ്ഞിട്ട് പിന്നെ ആര് എതിർപ്പ് പറയാനാ? അമ്മമ്മ കൂടെ ഉള്ളപ്പം ആരും എതിർപ്പ് പറയത്തില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. എന്നാ വേഗം ചെല്ലേ, ചെന്ന് ചോദിച്ചിട്ട് വാ. അതന്നെ ചേച്ചി, വേഗം ചെല്ലേ. അമ്പടെ പുളിസു, ഞാൻ മാത്രോ? ഞാൻ ഒറ്റക്കൊന്നും പോകത്തില്ല. നിങ്ങളും വാ, നമുക്കേ ഒരുമിച്ച് പോയി ചോദിക്കാം. അതെന്തിനാ ചേച്ചി? ചേച്ചിയല്ലേ പറയാറ് ഈ വീട്ടിലത്തെ മൂത്തക്കുട്ടി ചേച്ചിയാന്നേ. അപ്പൊ മൂത്തക്കുട്ടി ചോദിച്ചിട്ട് ഇല്ലെന്ന് അച്ഛമ്മ പറയത്തില്ലല്ലോ. ഞങ്ങളും കൂടെ വന്നാ അത് ശരിയാകത്തില്ല. ചെല്ലേ, ചേച്ചി ചെന്ന് ചോദിച്ചിട്ട് വാ. അതന്നെ വീണേച്ചി, ചേച്ചി ചെന്ന് ചോദിച്ചോക്കെ. അമ്മമ്മ എന്തായാലും സമ്മതിക്കും. അതൊന്നും പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ചോദിക്കുവാണെങ്കിലേ ഞാൻ ഒറ്റയ്ക്ക് പോകത്തുള്ളൂ. നിങ്ങളൊന്നും കൊണ്ടുപോകത്തില്ല. ഞാൻ പോവാണെങ്കിൽ എനിക്കുള്ള മാത്രം പെർമിഷൻ മേടിക്കുള്ളൂ. നിങ്ങൾ കൂടെ വരുവാണെങ്കിൽ മാത്രമേ നിങ്ങളും കൂടെ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോളാം. എന്തേ, നിങ്ങൾ വരുന്നുണ്ടോ അതോ ഞാൻ ഒറ്റയ്ക്ക്? ഓ, വരാം. അതെ, വേഗം വാ. ചന്ദ്രേട്ടാ, ചായ എടുക്കട്ടെ? ഓ വേണ്ട ദേവു, നല്ല ഉറക്കം വരുന്നുണ്ട്. എന്തായാലും ഒരു 4-4:30 ആവട്ടെ. ഓ ആയിക്കോട്ടെ. അല്ല, എപ്പോഴാ വയലിലേക്ക് പോകാനുള്ളത്? എപ്പോഴും എണീപ്പിക്കണ്ടേ? ഒരു 4:30 ആവുമ്പോ എണീപ്പിച്ചാലേ. ഓ ആയിക്കോട്ടെ ഏട്ടാ. അച്ഛമ്മേ, ദേ വരുന്നു മക്കളെ. അച്ഛമ്മേ, ഓ ദേ വരുന്നു മക്കളെ. എല്ലാരും ഉണ്ടല്ലോ. എന്തേ മക്കളെ? അമ്മമ്മേ. ഓ പറ മക്കളെ, എന്തുവാ, വിശക്കുന്നുണ്ടോ? ദേ ഉപ്പേരി ഇപ്പൊ ആവട്ടോ, ഇപ്പൊ കഴിക്കാൻ കേട്ടാ. ഓ വിശപ്പൊന്നല്ല അച്ഛമ്മേ, അച്ഛമ്മനോട് ഒരു കാര്യം ചോദിക്കാനാ. കാര്യോ? എന്ത് കാര്യം മക്കളെ? അത് പിന്നെ, അല്ല അച്ഛമ്മ ഇപ്പൊ തിരക്കിലാണോ? അച്ഛമ്മക്ക് എന്ത് തിരക്കും മക്കളെ? കാലത്ത് എണീച്ച് എല്ലാ പണിയും കഴിച്ചു വെച്ചതാന്നേ. ദേ ഇപ്പൊ വെറുതെ ഇരിക്കുവാ. എന്തേ, മക്കൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു തരാനാണോ? കഥയല്ല, അത് പിന്നെ അച്ഛമ്മ ഞങ്ങൾ കൂടെ ഒരു സ്ഥലം വരെ വരുമോ? സ്ഥലം വരെ വരാനോ? അല്ല, എങ്ങോട്ടോ മക്കളെ? അത് ഇവിടെ അടുത്തേക്ക് തന്നെയാ. അതെ, വലിയ ദൂരമൊന്നുമില്ല. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ള സ്ഥലാ. ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ള സ്ഥലോ? അല്ല, എവിടെയാ? നമ്മുടെ ഗീതേച്ചിന്റെ വീട്ടിലേക്കാണോ? ഓ അല്ല അമ്മമ്മേ, അമ്മമ്മ പോകുമ്പോഴേ കയ്യില് കുറെ ബക്കറ്റ് നിറച്ച് കൊണ്ടുപോവാറ്. വരുമ്പം അതേപോലെ ബക്കറ്റ് നിറച്ച് കൊണ്ടുവരാറുണ്ട്. അല്ല, അതെങ്ങോട്ടാ ബക്കറ്റും പിടിച്ച് പോവാറ്? വരുമ്പം നിറച്ച് കൊണ്ടുവരോ? അടക്ക പറക്കണ കാര്യാണോ മക്കളെ പറയണേ? അല്ല അച്ഛമ്മേ, അടക്കന്റെ കാര്യമൊന്നുമല്ല അവള് പറയണേ. അത് പിന്നെ ഇവിടെ അടുത്തുള്ള, അച്ഛമ്മേ ഞാൻ പറയാം, ഇവിടെ അടുത്തുള്ള തോടില്ലേ, തോട്ടിലേക്ക് പോന്നേ. തോട്ടിൽ കുളിച്ചിട്ട് കൊറേ ദിവസമായി. അതാ അവിടെ ഉള്ളപ്പം തോടൊന്നുമില്ലല്ലോ. ഇവിടെ വന്നാലല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റൂ. അതാ അച്ഛമ്മയും കൂടെ വരുമോ? നമുക്ക് എല്ലാവർക്കും കൂടെ തോട്ടിൽ പോയി കുളിക്കാം. അയ്യോ, ഈ നട്ടുച്ചയ്ക്കോ? അതൊന്നും വേണ്ട മക്കളെ. അച്ഛമ്മ പ്ലീസ് അച്ഛമ്മേ, വല്ലപ്പോഴല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരാറ്. അപ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. ദേ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എന്തായാലും അമ്മ സമ്മതിക്കത്തില്ല. ഇപ്പൊ അച്ഛമ്മയും ഫ്രീ ആണ്, ഞങ്ങളും ഫ്രീയാ. നമുക്ക് ഇപ്പൊ തന്നെ പോവാനേ. വെറുതെ പോണ്ട. ഇവിടെ എന്തെങ്കിലും അലക്കാന തുണികളൊക്കെ ഉണ്ടെങ്കിലേ അതും കൊണ്ടുപോയി ദേ ഞങ്ങൾ തന്നെ അലക്കി തരാന്നേ. അതന്നെ അമ്മമ്മേ, എന്റെ 3-4 ജോഡി ഉണ്ട് അലക്കാനേ. പിന്നെ നങ്കുന്റെയും പിന്നെ അച്ഛമ്മേന്റെ അമ്മേന്റെ അച്ഛച്ചന്റെ എല്ലാവരും ഉണ്ടെന്നേ. എന്തായാലും അമ്മമ്മയും അമ്മയൊക്കെ പോവൂലേ. അപ്പൊ പിന്നെ അത് ഇന്നെ ആയിക്കോട്ടെന്നേ, ഇപ്പൊ തന്നെ ആയിക്കോട്ടെന്നേ. അലക്കി തരാൻ ഞങ്ങൾ റെഡിയല്ലേ. പിന്നെന്താ അമ്മമ്മേ, പോവാം പ്ലീസ്. ഓ എന്റെ കുഞ്ഞ്, നല്ല വെയില
hours later. മക്കളെ ദേ അങ്ങോട്ട് ആഴത്തിലേക്കൊന്നും പോവല്ലേ, ആ തൊമ്പ തന്നെ നിന്നോണ്ടേ. ഓക്കേ അച്ഛമ്മേ. ദേ എന്നാലേ ഓരോരുത്തരും വേഗം കുളിച്ചു കയറാൻ നോക്ക്. ദേ അച്ഛമ്മ ഇപ്പൊ അലക്കി കൈ കേട്ടോ. ഓ എന്റെ അച്ഛമ്മേ എന്തിനിത്ര സ്പീഡ് കൂട്ടുന്നേ, കുറച്ച് മെല്ലെ അലക്കുന്നേ. അതന്നെ അച്ഛമ്മേ, എന്നാലല്ലേ ഞങ്ങൾക്ക് കുറച്ചേരം കളിക്കാൻ പറ്റോ? അത് ശരി. അല്ല വന്നിട്ട് എത്ര നേരമായെന്നാ, ഇത്ര നേരം കളിച്ചില്ലയോ? അതന്നെ ധാരാളല്ലയോ? ഓ അതിന് വന്നിട്ട് അതിന് മാത്രം ആയില്ലെന്നേ, ആ കൂടെ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അതന്നെ. എന്നാലേ സംസാരിച്ച് സമയം കളയാണ്ട് വേഗം കുളിക്കാൻ നോക്കിക്കോളി, ഞാൻ പതുക്കെ അലക്കിക്കോളാം കേട്ടാ. താങ്ക് യു അച്ഛമ്മേ. ചേച്ചി ചേച്ചി ഇങ്ങോട്ട് നോക്ക്. എന്തടി? നോക്ക്, ഞാനെപ്പോഴേ മുങ്ങാങ്കുഴി ഇടാൻ പോവാ. ഞാൻ എത്ര നേരം മുങ്ങാങ്കുഴി ഇട്ട് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ എന്നെ. എന്നാ മുങ്ങ്. ദേ ഉണ്ണിമോളെ, ചേച്ചി എന്നെ കറക്റ്റാണോ നോക്കണേ. ആടി. 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ആയിട്ട് ഇവിടെ എണീച്ചില്ലല്ലോ. വീണേച്ചി, ഇവള് മിക്കവാറും നമുക്കൊരു ടാസ്ക് ആവല്ലോ. ഓ അതൊക്കെ ഒരു 13, 14 ആവുമ്പോ എണീക്കുന്നേ. ഞാനൊക്കെ 50 വരെ ഹോൾഡ് ചെയ്യും, അറിയോ? എന്നാ നീ എണ്ണ നോക്ക്, അല്ലെങ്കിൽ നമ്മൾ എണ്ണില്ലാന്ന് പറഞ്ഞ് അടുത്ത പരാതി തുടങ്ങും. അത് ശരിയാ. 11, 12, 13, 14. 5 minutes later.